വന്നിട്ടുള്ളത് ഒരു അടിപൊളി കാന്താരി ഗ്രിൽ ചിക്കൻ ഒരു അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടുന്നില്ല കാര്യം എനിക്ക് ഉറപ്പാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അൽഫാം റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി നെക്കി കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാം. ഇത് ഏകദേശം 1 കപ്പ് കാന്താരി ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-50 മേലേക്ക് ഉണ്ടാവും. പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ പേസ്റ്റാണ്. പിന്നെ ഇത് വെല്ലുള്ളി ആട്ടോ, ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ടാവും. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. പിന്നെ 1 കപ്പ് മല്ലിയിലയും പുതിനയിലയും, പിന്നെ 1 ടീസ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര്. ഇത്രയും കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ. ഇനി അതിലേക്ക് നമ്മൾ മാഗി ക്യൂബില്ല, അതൊരു പാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ മസാല ആണ്, 1/4 ടീസ്പൂൺ ഉണ്ടായിരിക്കും. പിന്നെ ഇത് മന്തിൻ്റെ പൗഡർ ആട്ടോ, അത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും അറബിക് പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില ഇതെല്ലാം കൂടി അരച്ചിട്ടുള്ള ഒരു പേസ്റ്റാണ്. അത് ഒരു 3/4 ടീസ്പൂണോളം അത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് അരിഞ്ഞിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ മാഗി ക്യൂബൊക്കെ ഇട്ടതാണല്ലോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അരിഞ്ഞിനൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം. അതങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ചിക്കനാണ് കേട്ടോ. അത് അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അൽഫാം പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വരയിട്ട് കൊടുത്തിട്ട് മസാല ഒക്കെ നല്ലോണം ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വരയിട്ട് കൊടുത്തിട്ട് പിന്നെ അതിലൊരു പീസ് എടുത്തിട്ട് ഞാൻ മസാല തേക്കാണ്. ഇത് കാന്താരിൻ്റെ ആയതുകൊണ്ട് നല്ല എരിവുണ്ടേന്, കൈയെല്ലാം പോച്ചിലെടുത്തിട്ട് ഒരു രക്ഷയില്ലേനു കേട്ടോ. ഫുള്ള് പെട്ടിട്ടേനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സ്പൂൺ വെച്ച് തേച്ചാലും പക്ഷെ അത് എനിക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നാനിട്ട് പിന്നെ ഞാനത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് നല്ല പണിയാണ് തന്നെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെങ്കിലും നല്ല പണിയാണ് എനിക്ക് കിട്ടിയത്. ആ വരട്ടയിലേക്കൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. അപ്പം നമ്മൾ ചിക്കനിലേക്കൊക്കെ നമ്മൾ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം. അത് ഞാൻ ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് തൈര് ഇട്ടിട്ട് അടിച്ചാൽ അപ്പോൾ ആ മിക്സിയിൽ ബാക്കിയുള്ളതും കൂടി ഇനി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് അടിച്ചതാണ്. ഇനി ഇതെല്ലാം കൂടി കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ക്ലിംഗ് റാപ്പ് ഉണ്ടായതുകൊണ്ട് അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും അടുപ്പെല്ലാം വെച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക, ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിരട്ട കണലാക്കി വെച്ചതാട്ടോ. ഇവിടെ നമ്മൾ നാച്ചുറലായിട്ട് ചിരട്ട കത്തിച്ച് കണലാക്കിയിട്ടാണ് ചുട്ടിട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ചിൻ്റെ ഞാൻ ഗ്രില്ലിലേക്ക് വെച്ചിട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഇതായപ്പോൾ ഞാനിങ്ങനെ ഓരോരോ പീസസായിട്ട് ഇങ്ങനെ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എല്ലാ പീസും ഗ്രില്ലിലേക്ക് വെച്ച് കൊടുത്ത് നല്ലോണം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ഫ്ലേവറിന് നല്ല എരിവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു, നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാനത് അതിൻ്റെ മേലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ചെറുനാരങ്ങയും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഏകദേശം ഇവിടെ വെന്ത് വന്നതിന് ഒരു 1/2 hour എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ ബാച്ചും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കാന്താരി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.